പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. ഏതായാലും നമുക്ക് അങ്ങനെയുള്ള ഒരു അപമാനം ഒന്ന് കണ്ടിട്ട് വരാറുണ്ട്. എൻ്റെ പുറകെന്നെ വരണ്ട, അവിടെ നിന്നാൽ മതി, നിങ്ങളാണ് എന്നെ കൊണ്ടുവന്നതെന്ന് വിചാരിക്കില്ലേ എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. അതൊരു വലിയ അപമാനം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ LDFൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതുമാത്രവുമല്ല, ഒരു 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 പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ നേതാവാണ്. പിന്നെ ഇന്നലെ പൊട്ടി വീണമൊന്നും ആയിരിക്കില്ല, അയാൾ ഒരുപാട് സമരമുഖങ്ങളിലൂടെ വന്ന ഒരു നേതാവ് തന്നെയായിരിക്കാം. അയാൾക്കത് വലിയൊരു അപമാനമായിട്ട് തന്നെയാണ് തോന്നിയത്. നമുക്കെല്ലാവർക്കും അതൊരു അപമാനമായിട്ട് തന്നെയാണ് തോന്നിയത്. അതുപോലെ തന്നെയാണ് സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും. അയാളും ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു MLA ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു രാഷ്ട്രീയ പിന്നെ പാർട്ടിയുടെ നേതാവാണ്. ഇനി എന്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും അന്ന് അയാളെ കൂവിയതും അതും ശരിയായില്ല. അതും ഒരു കണക്കിന് പറഞ്ഞ ഒരു വലിയ അപമാനം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടാകാം. പക്ഷെ ഒരാൾ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖ്യമന്ത്രി തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം പോലീസുകാരുടെ ചവിട്ടും കുത്തും ഏറ്റിട്ട് ഒരുപാട് അപമാനം സഹിച്ചിട്ട് വന്നൊരു വ്യക്തി തന്നെയാണ്. അത് നമുക്കറിയാം. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വളർന്നു വരുന്നവരാണ് പല നേതാക്കളും. അപ്പം ഇത് മമ്മൂട്ടിയെ പോലെയുള്ള ഒരാൾ അപമാനിച്ചപ്പോഴും തന്നെ വലിയൊരു സങ്കടമായിട്ടാണ് തോന്നിയത്. മമ്മൂട്ടിക്ക് വേണമെങ്കിൽ മാറ്റി നിർത്തിയിട്ട് പറയാമായിരുന്നു, ഇല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ആദ്യം തന്നെ വിളിച്ചു പറയാമായിരുന്നു, അതായത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ആരും അങ്ങോട്ട് വരണ്ട, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വരികയാണെന്ന് പറയാമായിരുന്നു. പക്ഷേ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മമ്മൂക്കയെ പോലെയുള്ള ഒരാൾ വരുമ്പോൾ അവിടെയുള്ള എല്ലാ പാർട്ടിക്കാരും വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പൊതു സ്വത്താണ്. അതുകൊണ്ട് തന്നെ അങ്ങേർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല, വയനാട്ടിൽ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും, വരാതിരിക്കത്തൊന്നുമില്ല. അത് മമ്മൂട്ടി എന്നല്ല, മോഹൻലാൽ ആയാലും വരും, എല്ലാവരായി കഴിഞ്ഞാലും വരുവാണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ അതൊരു മര്യാദയാണ്. അതായത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും മമ്മൂക്കയെ പോലെ ഒരാൾ വരുമ്പോഴേ അതൊരു മര്യാദയാണ് സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷെ അത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ ആ ദുരന്തം മുഖത്ത് പ്രവർത്തിച്ച ഈ നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് ഈ റഫീഖ് ആയാലും സിദ്ദിഖ് ആയാലും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച വ്യക്തികളാണ്. അവരൊന്നും നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു MLA ഉപരി, അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവിനേക്കാൾ ഉപരി അവരൊക്കെ അവിടെ നിന്ന് പ്രവർത്തിച്ച് ആ ചളിയും മണലും തണുപ്പും കാറ്റുവേറ്റ്, അതുപോലെ തന്നെ അവരുടെ സങ്കടങ്ങളിലും ഇല്ലായ്മകളിലും ഒക്കെ കൂടെ നിന്ന ആൾക്കാർ തന്നെയാണ്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ചില രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും അവിടെ വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെയാണ്. അവർക്ക് നല്ലൊരു ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. പക്ഷെ അതിൽ ജനങ്ങളാണ് ഹീറോ. അതാണ് നിങ്ങൾ മനസ്സിലായി, ജനങ്ങളാണ്. അത് ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരാണ്. ആ സർക്കാരാണ്, അല്ലാതെ അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി 50 വീട് വെച്ച് കൊടുക്കാൻ 100 വെച്ച് അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഒരുപാട് പേര് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എത്ര വീട് കിട്ടിയെന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാരിനെയാണ്. പിന്നെ ആ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ ഉണ്ടായിരിക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവനെ താഴ്ത്തി കിട്ടിയാലേ അധികാരം പിടിക്കാൻ കഴിയുള്ളൂ. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പാണ് വരുന്നത്, നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കിട്ടും, ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ടോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോഴേ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ എന്തുണ്ട്, എല്ലാവരും പോയിട്ട് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നില്ലേ, വളരെ സന്തോഷകരമായിട്ട് വീട്ടിൽ പോകുന്നില്ലേ? ഇല്ലെങ്കിൽ നമ്മൾ എവിടെ ഇറങ്ങണം? നമ്മൾ ഇറങ്ങേണ്ടത് ചിലപ്പോൾ ചെന്നൈയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ആയിരിക്കൂലേ. അവിടെ ഒരു ഇട്ടാവട്ടത്തിലെ ചെറിയൊരു എയർപോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അന്നത്തെ കാലത്തെ ആ ഗവൺമെൻറ് സ്വീകരിച്ച എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് അത് സ്വീകരിച്ച ഒരു മാർഗം അതാണ്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ദേശീയപാത വരുമ്പോഴായാലും അതുപോലെ തന്നെ ഗെയിൽ പൈപ്പുകൾ വരുമ്പോഴായാലും ഒക്കെ എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഭരിക്കുന്നവരുടെ ഇച്ഛാശക്തിയും മനോബലവും കൊണ്ട് മാത്രമാണ് അവിടെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചില പദ്ധതികളൊക്കെ പൂർത്തിയാകുമ്പോൾ ഒരുപാട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി. അത് ജനങ്ങൾ കൊടുത്ത ഫണ്ട് തന്നെയാണ്, അത് ഗവൺമെൻറ് കൃത്യമായിട്ട് വിനിയോഗിച്ചു. ആദ്യമൊക്കെ ഒരുപാട് പരാതികളുണ്ടായിരുന്നു.
പക്ഷേ ടൗൺഷിപ്പ് കണ്ടപ്പോഴും നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വീടുകളാണ് അവർക്ക് വെച്ച് കൊടുത്തത് എന്ന് നമുക്ക് ഇപ്പോഴും ആശ്വാസം തോന്നുകയാണ്. ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞത് എന്താ, അയ്യോ ഇതെന്ത് വീടാണ്, ഇതാണോ പിന്നെ കോടികൾ പിരിച്ചിട്ടുണ്ടായി കൊടുത്തത്. പക്ഷേ സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോഴേ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ആകരുത്. സർക്കാരിൻ്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പദ്ധതി, അതുപോലെ തന്നെ അത്രയും ഉറപ്പുള്ള പദ്ധതി ഇതൊക്കെ ആയിരിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ആളുടെ അർഹതയില്ലാതെ എത്ര ആൾക്കാർ വീട് മേടിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് ഒരു അർഹതയില്ലാതെ ചില ആൾക്കാരൊക്കെ വീട് വാങ്ങിക്കുന്നില്ലേ. അതുപോലെ പഞ്ചായത്തിൽ നിന്ന് 4 ലക്ഷം കിട്ടുന്ന പദ്ധതി എന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാർ ചെറിയ വീട് വെക്കും. ഈ 4 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ കൂട്ടി എടുക്കും. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ചില ആൾക്കാർ. അതുകൊണ്ട് എനിക്ക് എന്നാൽ വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. മമ്മൂക്കയെ പോലെയുള്ള ഒരാൾ ഒരിക്കലും അവിടെ പോയിട്ട് ഇമാതിരി തോന്നിവാസം പറയാൻ പാടില്ലായിരുന്നു. മമ്മൂക്കയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്. അയാൾ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവല്ലേ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് പിന്നെ ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അയാളെ പ്രിയപ്പെട്ടവനാക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ. അതായത് മമ്മൂക്കയെക്കാളും ഒരുപക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന, അതുപോലെ തന്നെ ടി സിദ്ദിഖിന് ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവില്ലേ. ടി സിദ്ദിഖ് ഞങ്ങൾ MLA ആണ്, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ടി സിദ്ദിഖിന് ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും. സുരേഷ് ഗോപിയെ നമ്മൾ എന്ത് വേണമെങ്കിൽ പറയാം, പക്ഷെ അയാൾ ഇഷ്ടപ്പെടുന്ന ആളില്ലേ. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ ഓരോരാളെ നല്ല ഇഷ്ടമുണ്ടാകും. ആ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഇന്നലെ മമ്മൂക്കയെ പോലുള്ള ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അതൊരു വേദന തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് മമ്മൂക്ക എപ്പോഴും ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു വ്യക്തിയാണ്. കൈരളി പിന്നെ TV-യുടെ ചെയർമാനാണ്. അങ്ങനെയൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പിന്നെ മമ്മൂട്ടിയെ പോലെയുള്ള ഒരാൾ വരുമ്പോൾ CPM-ൻ്റെ ഒരു പ്രതിനിധിയായിട്ട് പോകേണ്ടത് അയാളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതായത് റഫീഖ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ സഖാവ് ചെയ്ത് ശരിയാണ്. ശരിക്ക് അദ്ദേഹം അവിടെ പോയി മമ്മൂട്ടിയെ സ്വീകരിച്ചതും അവിടെ മമ്മൂട്ടി വരുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും അസൗകര്യമില്ലാതെ നോക്കേണ്ട കടമയൊക്കെ അങ്ങേരതാണെന്ന് അങ്ങനെ സ്വയം എടുത്ത് ചെയ്ത കാര്യങ്ങളാണ്. അത് ഇത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്. പിന്നെ മമ്മൂക്ക ഒരു കാര്യം ചെയ്യണം. അവിടെ DCC പ്രസിഡന്റ് വന്നു കഴിഞ്ഞാലും അല്ലെ BJP-ൻ്റെ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാലും എല്ലാവരെയും ഒരുപോലെ, അതായത് ഞാൻ എല്ലാവർക്കും വേണ്ട ഒരുത്തനാണ്, എല്ലാവരും എൻ്റെ സിനിമ കാണുന്നുണ്ട്. ഇപ്പോൾ CPM-കാർ മാത്രമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല, BJP-കാർ മാത്രമല്ല സിനിമ കാണുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിൻ്റെ സിനിമ നമുക്ക് എല്ലാവർക്കും തന്നെ അദ്ദേഹത്തോട് എതിർപ്പുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലൊന്നും സുരേഷ് ഗോപിനെ എതിർക്കാനൊന്നും പറ്റൂല. ചില കാര്യങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ BJP-കാരൻ്റെ സിനിമയാണ് പോയി കാണരുത്, അല്ലെങ്കിൽ മോഹൻലാൽ വരുമ്പോഴേ അയ്യോ കോൺഗ്രസ്സുകാരൻ്റെ സിനിമയാണ് പോയി കാണരുത്, മമ്മൂക്കൻ്റെ സിനിമ വരുമ്പോൾ മാർക്സിസ്റ്റുകാരൻ്റെ സിനിമയാണ് പോയി കാണരുത്, നമ്മളാരെങ്കിലും പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ അങ്ങനെയാണ്. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മളൊക്കെ കൈ മറന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുക, സിനിമാ താരങ്ങളായാലും ആരായി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കരുത്. അതൊരു വലിയൊരു അപമാനം തന്നെയാണ്. ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് വരുന്നുണ്ട്. അത് സൈബർ അറ്റാക്ക് ഒന്നുമല്ല, ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. പ്രതിഷേധമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മമ്മൂക്ക ചെയ്തത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനും കഴിയില്ല. ടി സിദ്ദിഖിനെ കൂവിയത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ റഫീഖ് എന്ന് പറഞ്ഞാൽ റഫീഖിനോട് ചെയ്തതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനം തന്നെയാണ്. എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്നിൽ ഒരു ഇതിൽ അപമാനം തന്നെയാണ്. അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാഷ്ട്രീയമല്ല കാണേണ്ടത്. ഇതിൻ്റെ അകത്തൊരു മനുഷ്യനെ കാണും. അതാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കൈ മറന്ന് തലമറന്ന് അവിടെ പ്രവർത്തിച്ച ടീമാണ്. അവിടെ അവരുടെ ദുഃഖത്തിലും ദുരിതത്തിലും ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച ടീമാണ്. മമ്മൂക്കയെ പോലെയുള്ള ഒരാൾക്ക് പോയിട്ട് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് അവരൊക്കെ. ഇനി സിദ്ദിഖായാലും അതുപോലെ തന്നെ റഫീഖായാലും ഇനിയിപ്പോൾ BJP-ൻ്റെ ആളായാലും അവരുടേതായ അവരെ ഇഷ്ടപ്പെടുന്നതായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹീറോ തന്നെയാണ് ഈ ആൾക്കാരൊക്കെ. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരാളെ കൂവി തോൽപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ അപമാനിക്കപ്പെടുമ്പോഴോ നമ്മൾ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അനാവശ്യമായിട്ടാണ് ഇന്നലെ അത് പറഞ്ഞത്. അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അയാളുടെ സന്ദർശനം കഴിഞ്ഞ് അങ്ങനെയൊക്കെ പോയാലും മതിയായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊരു വലിയൊരു ദുഃഖം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് ന്യായീകരിച്ചു കഴിഞ്ഞാലും മമ്മൂക്ക ചെയ്തത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ഓരോരാളുടെ സൗകര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പൊതുജനങ്ങളുടെ പണമാണ് അവിടെ ചിലവാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അതിൽ അവകാശമുണ്ട്.
എല്ലാവർക്കും നമ്മളെല്ലാവരും വയനാടിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാണ്. വയനാട്ടിലെ ജനതയെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആത്മാർത്ഥതയോട് പ്രവർത്തിച്ചവരാണ് എല്ലാവരും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് രാഷ്ട്രീയം ഒന്നും ഉണ്ടായിട്ടില്ല അന്നവിടെ എല്ലാവരും, അതായത് ഇനിയിപ്പോൾ എന്താ പറയുക, ഏത് പാർട്ടിൻ്റെ എത്ര ചെറിയ പാർട്ടിയായാലും ആ പാർട്ടികൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെത്തിയിട്ടുണ്ട്. ദിവസങ്ങളോളം അവർ പട്ടിണി കിടന്നിട്ടുണ്ട്, ദിവസങ്ങളോളം വെള്ളം കിട്ടാതിരുന്നിട്ടുണ്ട് അവർക്ക്. അങ്ങനെയൊക്കെ അവർ കൈമറന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഒരു വലിയൊരു രക്ഷാപ്രവർത്തനമാണ് അന്ന് വയനാട്ടിൽ നടന്നത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മമ്മൂട്ടി അത് മറന്നുപോയോന്നറിയില്ല. നന്ദി, നമസ്കാരം.